ഹലോ, വെൽക്കം ബാക്ക് ടു അല്ലൂസ് വൺ റെസിപ്പി. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു റൈസാണ്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ റൈസാണിന്ന് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ റൈസ് തയ്യാറാക്കുന്നത് കുക്കറിലാണ്. ആദ്യം 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയൊക്കെ ആവശ്യത്തിന് ചേർത്താൽ മതി. ഒപ്പം തന്നെ 2 സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുക. ടേസ്റ്റിന് വേണ്ടിയാണ് നെയ്യ് ചേർക്കുന്നത്. കൂടുതൽ ചേർത്താൽ നന്നായിരിക്കും. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, 2 ഏലക്കയും 1 കഷ്ണം പട്ടയും 2-3 ഗ്രാമ്പും ചേർക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരൽപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. 1 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വാടി വരണം. ഒരു ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഇളക്കി കൊടുക്കുക. രണ്ട് ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. വെജിറ്റബിളിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു കഷ്ണം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർക്കുന്നു. ഇതെല്ലാം നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതിയാകും. ഒരൽപ്പം മല്ലിയില ചോപ്പ് ചെയ്തതിട്ടു. ഇനി നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ബസ്മതി റൈസാണ്. ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്തതാണ്. അത് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചോറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിളിൽ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് കണക്കാക്കി വേണം ചേർക്കാൻ. ഇനി ചോറിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഏത് പാത്രത്തിനാണോ നമ്മൾ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം വേണം. ഇത് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് കൂടി അധികം നമുക്ക് ചേർക്കാം. അപ്പോൾ അരി നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാകും. ഇനി കുക്കർ അടച്ച് നമുക്ക് വേകുന്നതിന് വേണ്ടി വയ്ക്കാം. ഒരു വിസില് കേട്ടതിന് ശേഷം നമ്മളിത് ചൂടായി കിടക്കുന്ന വേറൊരു പാനിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. കാരണം ഇത് സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അടിയിൽ കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യുന്നത്. അതിനുശേഷം ഇതൊരു 5-6 മിനിറ്റ് സിമ്മിലിട്ട് ഒന്ന് വേവിക്കണം. 6 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ചോറ് തണുത്തിട്ടുണ്ട്, കുക്കറൊക്കെ തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് റൈസ് വെന്ത് പാകത്തിനായിട്ടുണ്ട്.
അപ്പോൾ വെജിറ്റബിൾ എല്ലാം ചേർന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.